ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ശാന്തിപർവം തുടരുന്നു. ചൊല്ലുവനെങ്കിലതു കേട്ടാലും പരമാർത്ഥം സ്വർലോക നദീസുതനാകിയ വസുശ്രേഷ്ഠൻ അഷ്ടരാഗങ്ങളെല്ലാം നഷ്ടമായി ചമച്ചുള്ളിൽ അഷ്ടാംഗ ബ്രഹ്മചര്യ നിഷ്ഠയോടനുദിനം വേദാന്താദി ശാസ്ത്രവേദികൾ മുമ്പൻ വിജ്ഞാനാധ്യാത്മജ്ഞാനത്തോടും വിജയപ്രയുക്താസ്ത്ര നികരതൽപ്പത്തിന്മേൽ വിജിതകരണനായി പരമയോഗത്തോടും സുഷുപ്നാനാഡിയുടെ മൂലാധാരത്തിങ്കൽ നിന്നെടുന്ന കുണ്ടലിനി ശക്തിയെ കരയേറ്റി ചക്രങ്ങൾ കടന്നു സൗദാമിനി ലത പോലെ മുഖ്യമാം ബ്രഹ്മരന്ധ്രത്തിങ്കൽ ചെന്നാശുമുട്ടി ചന്ദ്രമണ്ഡലത്തിങ്കൽ നിന്നൊഴുകിയിടും സുധാബിന്ദുക്കൾ സുഷുമ്നയിൽ വീണു കീഴ്പോട്ടു വന്നു മൂലാധാരം പ്രാപിച്ചു പരമാനന്ദം കൊണ്ടു കാലദേശാവസ്ഥാതി വിസ്മൃത മനസ്സിങ്കൽ ധ്യേയനാമെന്നെ കണ്ടു ഭക്തി വിശ്വാസത്തോടെ മായ കൂടാതെ തെളിഞ്ഞേകമായി നിറഞ്ഞൊക്കെ പരന്നു വിളങ്ങിയിടും നിഷ്കളസ്വരൂപത്തെ തിരഞ്ഞു സകലമാം പുരുഷരൂപമാക്കി തന്നെ ഹൃദയത്തിലുറപ്പിച്ചിളകാതെ നന്നായി ചേർത്തത് മൂലമിളകാതിരുന്നു ഞാൻ. ശന്തനുതനയൻ തന്നന്തർഭാഗത്തിങ്കൽ ചെന്നന്തരം കൂടാതെ കണ്ടിരിക്കുന്നതുമിപ്പോൾ അന്ധകാത്മജ സഹജാമാത്യാദികളോടെ ശന്തനുതനയനെ കാണാൻ പോകണമിപ്പോൾ. വൈകരുതേതും തേരുകൂട്ടുകെന്നരുൾ ചെയ്തു വൈകാര്യരഹിതനാമേവ നായകൻ കൃഷ്ണൻ. സഹജ പുരോഹിത സജീവ സാമന്തൗക സഹിതനായ കുന്തിനന്ദരനോടും കൂടി ദ്വിജതാപസപരിവൃതനാകിയ ദേവരജനവ്യയൻ കുരുക്ഷേത്രത്തിൽ എഴുന്നള്ളി ഭക്തവത്സരനരുൾ ചെയ്തിതു മധ്യേ മാർഗം പൃഥ്വീന്ദ്രനായ ധർമ്മപുത്രനോടോരോ പുരാവൃത്തം ഭൂപതേ താതൻ തന്നുടെ നിയോഗത്താൽ ക്ഷത്രനാശനൻ കൊല ചെയ്തിതുമായ മാതാവിനെ പരിഭവത്തിനു ഭൂപതി വീരന്മാരെ കേൾപ്പോടു മുടിച്ചിതു മൂവേഴുവട്ടം രാമൻ. ക്ഷോണീബാലേന്ദ്രന്മാരെ കൊന്നവരുടെ ശോണിതം കൊണ്ടുണ്ടായ തീർത്ഥത്തിൽ സ്നാനം ചെയ്തു മാനമേറിയ രാമൻ പിതൃതർപ്പണം ചെയ്തു രേണുകാദേവി തന്നെ താതനോടാശു ചേർത്താൻ. അങ്ങനെയുള്ള തീർത്ഥമെവിടം ധരാപതേ തിങ്ങനെ ശൗര്യമോടു പിന്നെയും ഭൂപാലന്മാർ പിറന്നു ധനുജന്മാർ നിറഞ്ഞു ഭൂമി തന്നിൽ മറഞ്ഞു ധർമ്മങ്ങളും കുറഞ്ഞു കർമ്മങ്ങളും. അറുമൂന്നക്ഷൗഹിണിപ്പടയോടവരിപ്പോൾ അറുതി വര വന്നാരിക മൂവാറു ദിനം കൊണ്ടേ രക്തവും അസ്ഥികളും നിണവും പിണവും ഒരുത്തമാങ്കാദികളും കണ്ടുതോ ശിവശിവ. മതരായേറ്റം പൊരുതുത്തമഹയങ്ങളും ചത്തൊക്കെ മലച്ചിതല്ലോ കിടക്കുന്നു. അടുത്തു ഭീഷ്മരുടെ ശയനസ്ഥലമിനി നടക്ക പാരിൽ കൂടെ തേരിൽ നിന്നിറങ്ങേണം. സാത്യകി ധർമാത്മജ വിദുര വേദവ്യാസ പാർത്ഥദാരുകമുനി
ഭൂദേവാദികളോടും സാത്വികന്മാരാമമാത്യാദികളോടും കൂടി ചീർത്ത കാരുണ്യാംബുധി ഭീഷ്മരെ ചെന്നു കണ്ടു. കാൽ തളിരിണ കൂപ്പിത്തൊഴുതു പാർത്ഥാദികളാസ്തയാ വീണു നമസ്കരിച്ചു വണങ്ങിനാർ. കാരണനായ കാരുണ്യാമൃതാംബുധ കൃഷ്ണൻ ധാരണാദികളോടുകൂടിയ ഭീഷ്മരോടു ചന്ദ്രികാശീതസിത മന്ദഹാസവും പൂണ്ടാനന്ദമുണ്ടാമാറരുൾ ചെയ്തിതു മധുരമായി. എന്തു മാനസമോ ശരീരമോ ഭവാനൊരു സന്താപമുണ്ടായതെന്നോടു പറയണം. സമ്പ്രതി തമ്പുരാനെ സന്താപം അടിയനുണ്ടമ്പുകളുടൽ തോറും ഏൽക്കയാൽ മറ്റൊന്നില്ല. പ്രത്യഹം യമനിയമാസന പ്രാണായാമ പ്രത്യാഹാരേണ ധാരണാധ്യാന സമാധിയാം അഷ്ടാംഗയോഗത്തോടുമെന്നെ സേവിക്കുന്നവനൊട്ടുമേ സന്താപമുണ്ടാകരുതൊന്നുകൊണ്ടും. അച്ഛനാം ശന്തനു തന്നേടിന വരത്തിനാൽ സ്വച്ഛന്ത മൃത്യുവല്ലോ കേവലം ഭവാൻ എന്നാൽ അത്യാദി ഷഡ്പഞ്ചാശ ദിവസമായുസ്സും മുണ്ടിദ്ദേഹം ഉപേക്ഷിച്ചിട്ടെന്നോട് പിന്നെ കൂടും. അദ്യായി ഷഡ്പഞ്ചാദിവസമായുസ്സുമുണ്ടിദ്ദേഹം ഉപേക്ഷിച്ചിട്ടെന്നോട് പിന്നെ കൂടും. അത്ര നാളേക്കും പയ്യും ദാഹവും ആലസ്യവും ശസ്ത്രങ്ങളേറ്റ നോവും വ്രണവും തീരുകെന്നാൻ. മത്സരാദികൾ ദോഷം വേർപെട്ട ഭവാനു ഞാൻ മത്സ്വരൂപത്തെയുള്ള വണ്ണം കാട്ടുവനല്ലോ. സ്വജനഹിംസ ചെയ്തേനെന്നോർത്തു വിഷാദമുണ്ടജിതാത്മാവാം അജാതാരായിരിക്കവതാരിൽ. സ്വജനഹിംസ ചെയ്തേനെന്നോർത്തു വിഷാദമുണ്ടജിതാത്മാവാം അജാതാരാദിക്കകതാരിൽ. അതിനു വർണ്ണാശ്രമധർമ്മനീതികളോടും ഇതിഹാസാദികളും അറിയിച്ചിട വേണം. മതിമാനായ ഭവാൻ ധർമ്മനന്ദനെന്നു മധുവൈരിയും അരുൾ ചെയ്തിതു മധുരമായി. അതസീ കുസുമ സംമിത വിഗ്രഹം തന്നോടതു കേട്ടുര ചെയ്തു ഗംഗാനന്ദനപ്പോൾ. ചരണകരവക്ഷോരഹിതനായുള്ളവൻ തരണീരഹിതനായി തുഴഞ്ഞു വാരാം നിധി. തരണം ചെയ്തിടേണമരനാഴിക കൊണ്ടെന്നരുളി ചെയ്യുന്നതെന്തെന്നുടെ ഭക്തമ്പുരാനെ. സമ്മോഹം കലർന്നേറ്റമജ്ഞാനിയായുള്ള ഞാൻ ധർമാധർമാദികളും വിജ്ഞാനജ്ഞാനാദിയും എങ്ങനെ അറിയുന്നു? മൂഢനാമടിയനോടിങ്ങനെ അരു ചെയ്തതെന്തയ്യോ ഭഗവാനെ. മാധവനതു കേട്ടു മന്ദഹാസവും പൂണ്ടു സാദരം അരുൾ ചെയ്തു ഗാംഗേയൻ തന്നോടപ്പോൾ. മറ്റൊന്നും നിനയാതെ മത്സ്വരൂപത്തെ തന്നെ മുറ്റുമാത്മനി ചിന്തിച്ചിന്നേടം കഴിയുമ്പോൾ സർവജ്ഞത്വവും നിനക്കുണ്ടാക നാളെ ഞങ്ങൾ ഉർവി പാലകനുമായി വരുന്നതുണ്ടു താനും. അപ്പോഴേക്കെല്ലാം തോന്നും ഉൾപ്പൂവിൽ നിനക്കേതും തപ്പുകൂടാതെ എങ്കിൽ അങ്ങനെ തന്നെ വേണ്ടു എന്നരുൾ ചെയ്തു വേദം വ്യാസ ധൗമ്യാദികളോടൊന്നിച്ചു പാണ്ഡവരുമായി എഴുന്നള്ളിനാഥൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം